അധർമ്മം വർദ്ധിക്കുമ്പോൾ വിശുദ്ധിക്കെതിരെയും കർത്താവിൻ്റെ വചനത്തിൻ്റെ പ്രായോഗികക്ഷമത ഇല്ലാതെ ഒരു പ്രാർത്ഥനയെ മാത്രമായിട്ട് ജീവിതം അവസാനിക്കുമ്പോൾ അധർമ്മം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് പറ്റും? അധർമ്മം വർദ്ധിക്കുമ്പോൾ മത്തായിയുടെ 24:12 സ്നേഹം തണുത്തു പോകും, ദൈവസ്നേഹവും തണുത്തു പോകും. അത് ശിലാതുല്യമായി നമ്മുടെ ഹൃദയം മാറും, കഠിന ഹൃദയമായി മാറും. മനസ്സിലായില്ലേ? അങ്ങനെ കഠിന ഹൃദയമായി മാറുന്നവർക്കാണ് എസെക്കിയേൽ 36:26 അവിടുന്ന് നവചൈതന്യം കൊടുത്തിട്ട് മാംസലമായ ഹൃദയം നൽകുമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ നൽകുമെന്നാണ്. ഈ പരിശുദ്ധാത്മാവ് ലഭിക്കുമ്പോൾ എന്താ സംഭവിക്കണത്? റോമ 5:5 വർക്കൗട്ട് ചെയ്യും. റോമ 5:5 എന്താണ്? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. പറഞ്ഞ പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിയണത് നമുക്ക് നൽകപ്പെടേണ്ട പരിശുദ്ധാത്മാവിലൂടെയാണ്. പരിശുദ്ധാത്മാവ് വിട്ടും വെച്ചും പോയാൽ ദൈവസ്നേഹം നമ്മൾ അനുഭവിക്കത്തില്ല. അപ്പോൾ നമ്മുടെ ഹൃദയം സ്വാഭാവികമായിട്ടും തണുത്തു പോവുകയും ചെയ്യും, കഠിനമാവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വിഷയം, ഒരു ആധ്യാത്മികമായ ഒരു ഭയങ്കര തകർച്ചയാണ്. ഇതിനാണ് ഉടമ്പടി ഔഷധമാകുന്നത്. ഇൻ കേസ് നിങ്ങളുടെ പരിശുദ്ധാത്മാവ് വിട്ടുപോയി, നിങ്ങൾക്ക് ദൈവസ്നേഹം അനുഭവിക്കാൻ യാതൊരു മാർഗവും ഇല്ല എന്ന് വന്നാൽ, നിങ്ങളുടെ ഹൃദയം കഠിനമായിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും മാംസലമായ ഹൃദയമാക്കി മാറ്റാനുള്ള ഏറ്റവും വലിയ നടപടിക്രമം ഉടമ്പടിയാണ്. അതെന്താ അങ്ങനെ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊന്ന് മർക്കോസിൻ്റെ യോഹന്നാൻ്റെ സുവിശേഷം 15:14 വായിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, യേശുവേ ആരാധന, ആരാധന. യോഹന്നാൻ 15:14 ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ. അവൻ പറയണ പോലെ ചെയ്യുക. കണ്ടില്ലേ? ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്. നേരത്തെ ശിഷ്യന്മാരാണെന്ന് പറഞ്ഞു ഈശോ. ഇപ്പം എന്താ പറയണത്? ഉടമ്പടി എടുത്താൽ ശിഷ്യന്മാരായി കഴിഞ്ഞ് മാത്രമല്ല പിന്നെന്താണ്? ദൈവത്തിൻ്റെ സ്നേഹിതരാണ്. ഇൻ കേസ് ദൈവസ്നേഹം കുറഞ്ഞ് പരിശുദ്ധാത്മാവ് വിട്ടുപോയാൽ പിന്നെ ഉടമ്പടി മാത്രമേ നമുക്ക് മാർഗമുള്ളൂ. അതാണ് ഞാൻ അത് 15:14 എന്താ പറഞ്ഞു? ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്യുന്ന പക്ഷം നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്. ദൈവസ്നേഹത്തിലേക്ക് നമ്മൾ വരികയാണ് ഉടമ്പടി എടുക്കുമ്പോൾ. ഉടമ്പടി എടുത്ത പ്രയോഗത്തിലാക്കുമ്പോൾ തന്നെ നമ്മൾ നഷ്ടപ്പെട്ട സ്നേഹം തിരിച്ചു വരുന്നു, പരിശുദ്ധാത്മാവ് തിരിച്ചു വരുന്നു. 15:10 വായിച്ച യോഹന്നാന്റെ സുവിശേഷം ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ 15:10 ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഉടമ്പടി പ്രകാരം ജീവിക്കുന്നത്. അങ്ങനെ ജീവിച്ചാൽ 15:7 എന്താ പറയണത്? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം. ഇതുവഴി ഉടമ്പടി എടുക്കുന്ന വഴി എന്ത് പറ്റുമെന്നാണ് പറഞ്ഞത്? 15:14 വായിച്ചത് എന്താണ്? പിതാവ് മഹത്വപ്പെടുന്നു. പിതാവിൻ്റെ മഹത്വമാണ് ഉടമ്പടി നിന്ന് ഇതുപോലെ ജ്വലിച്ച് കത്താൻ കാര്യം. ഓരോ ഉടമ്പടിക്കാരും ഉടമ്പടി അനുസരിച്ച് ദൈവത്തിൻ്റെ സ്നേഹത്തോടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ജീവിച്ചു കഴിയുമ്പോൾ പിതാവ് മഹത്വപ്പെടുന്നു. അപ്പം പിതാവിനെ മഹത്വപ്പെടുത്തുന്ന വലിയ ഒരു സുവിശേഷ നടപടിക്രമവും പ്രയോഗരീതിയുമാണ് ഉടമ്പടി. അത് നമ്മുടെ ജീവിതത്തിന് ദൈവം നൽകിയ ഏറ്റവും വലിയ ഒരവസരമാണ്. നീ ഉടമ്പടി എടുത്ത വ്യക്തിയാണെങ്കിൽ അത് പുതുക്കുക. ഉടമ്പടിയിലെ ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ എത്രയും വേഗം കടന്ന് ഉടമ്പടിയിലായി ദൈവത്തിലായി സുവിശേഷത്തിൻ്റെ സാക്ഷിയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വക്താവും വിശ്വാസത്തിലൂടെ ഉടമ്പടി പ്രാർത്ഥനയുടെ ജീവിത രീതി സ്വീകരിച്ചുകൊണ്ട് സമ്പൂർണ്ണമായ ഒരു സാക്ഷിയായി മാറാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എഴുന്നേൽക്കുക.
രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. അച്ഛൻ മക്കളെ ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഈശോ നിങ്ങളുടെ രോഗങ്ങളെ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കും. എന്താ ഇങ്ങനെ ഉറപ്പായിട്ടൊക്കെ പറയാൻ കാര്യം, നിങ്ങൾ സാക്ഷ്യങ്ങൾ കേട്ടാൽ മതി. ഉടമ്പടിയുടെ ആരാധന അവസാനം വരുന്ന 10 മിനിറ്റ് ആരാധനയിൽ എത്രയോ പേരാണ് എല്ലാ ദിവസവും ഇവിടെ വന്ന് സാക്ഷ്യം പറയണത്. അതുകൊണ്ട് നിങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് കൈകൾ മാറ്റിക്കൊണ്ടിരിക്കണം. ശരീരത്തിൻ്റെ വ്യത്യസ്തമായ രോഗങ്ങളുണ്ടാകും. അവിടെയെല്ലാം നിങ്ങൾ കൈകൾ മാറ്റിക്കൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടേയിരിക്കണം. ഓൺലൈനിലുള്ളവർ ഏതെല്ലാം സമയത്ത് ധ്യാനം കൂടുന്നു അപ്പോഴെല്ലാം അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. യേശു കർത്താവാണെന്ന് ആദരം കൊണ്ട് ഏറ്റു പറയണം. യേശു കർത്താവാണ്. വിശ്വാസ പ്രമാണം അറിയാൻ പാടാത്ത ഇത്രയും പറഞ്ഞാൽ മതി. യേശു കർത്താവാണ്. ദൈവം അവനെ മരിച്ചോന്ന് ഏർപ്പിച്ചോന്ന് ഞാൻ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു. യേശു കർത്താവാണെന്ന് ഞാൻ ആദരം കൊണ്ട് ഏറ്റു പറയുന്നു. ഒന്ന് പറഞ്ഞേ, യേശു കർത്താവാണ്. ആദരം കൊണ്ട് ഏറ്റു പറയുന്നു. ദൈവം അവനെ മരിച്ചോന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നു. ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. യേശു കർത്താവാണെന്ന് ഞാൻ ഏറ്റു പറയുന്നു. ദൈവനെ മരിച്ചോന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നു. അത് ആവർത്തിച്ചൊരു 1000 പ്രാവശ്യം പറഞ്ഞ് അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടിപ്പിണർ പോലെ കർത്താവ് നിങ്ങളെ സുഖപ്പെടുന്നത് കാണാൻ ശ്രദ്ധിക്കട്ടെ. നല്ലവനായ ഈശോ നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശു കർത്താവാണെന്ന് ഞാൻ ഏറ്റുപറയുന്നു. ദൈവം അവനെ മരിച്ചോന്ന് ഉയർപ്പിച്ചെന്ന് ഞാൻ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു. കർത്താവ് അങ്ങനെ വിശ്വസിക്കുന്ന മക്കളുടെ മേൽ കർത്താവെ നിന്റെ തിരുമുറിവാർന്ന വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഉള്ളംകാലം മുതൽ ഉച്ചവരെ ഉണ്ടാകുന്ന സിസ്ത് രോഗങ്ങളെ അങ്ങനെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്ന കർത്താവെ, മാംസപേശി വളരുന്നവ, ആന്തരികമായ കോശങ്ങൾ ദ്രവിക്കുകയും ക്യാൻസർ രോഗത്തിന് അടിപ്പെട്ടവരെ, കിഡ്നി രോഗത്തിന് അടിപ്പെട്ടവരെ യേശു കർത്താവാണെന്ന് ഏറ്റുപറയുന്ന ദൈവം അവന് മരിച്ചോന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തെ വിശ്വസിക്കുന്ന അസ്ഥി രോഗികൾ, പേശി രോഗികൾ, ചിരങ്ങ് രോഗികൾ, ചൊറി രോഗങ്ങൾ, യേശുവെ ത്വക്ക് രോഗങ്ങൾ കർത്താവിൻ്റെ രക്തത്താൽ കഴുകട്ടെ. കണ്ണ് കാണാത്തവരെ, ചെവി കേൾക്കാത്തവർ, മൂക്കിന് അടഞ്ഞു പോയവർ, അടിനോടിന് രോഗമുള്ളവർ, മുടി കൊഴിഞ്ഞു പോകുന്നവർ, ശരീരം ചൂടായവർ, വൃക്ക രോഗികൾ, അത് മലമൂത്രം കർത്താവെ പോകാത്തവർ, അടഞ്ഞു പോയവർ, കോൺസ്റ്റിപ്പേഷൻ്റെ അസുഖമുള്ളവർ, മൂത്രത്തിന് വേദന ഉള്ളവർ, മൂത്രമൊഴിക്കുമ്പോൾ വേദന ഉള്ളവർ, മൂത്രമൊഴിക്കുമ്പോൾ ചൊറിച്ചിലുള്ളവർ കർത്താവെ സ്പർശിക്കണമേ. യേശു കർത്താവാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ദൈവനെ മരിച്ചോന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നതിൻ്റെ പേരിൽ നിൻ്റെ നാമത്തിൽ അടയാളങ്ങൾ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. മാരക രോഗങ്ങൾ, തീരാവേദികൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. മാരക രോഗങ്ങൾ, തീരാവേദികൾ, അസ്ഥി രോഗങ്ങൾ, അസ്ഥി ഉരുക്കങ്ങൾ, അസ്ഥി കുഴകൾ ദ്രവിക്കുന്ന അസുഖങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. വാതരോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, മുടി കൊഴിയുന്ന അസുഖങ്ങൾ, ചെവി കേൾക്കാത്ത അസുഖങ്ങൾ, ഉള്ളംകാൽ ഉച്ചുവരെ മാരക രോഗങ്ങൾ, സർവ്വവിധ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ, ആമാശയ രോഗങ്ങൾ, കുടലിലെ കുരുക്കൾ കർത്താവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഗർഭാശയ രോഗങ്ങൾ, കിഡ്നി കർത്താവെ, ഷുഗറിൻ്റെ രോഗങ്ങൾ, പ്രഷർ രോഗങ്ങൾ യേശു ക്രിസ്തുവിന്റെ വിശുദ്ധമായ രക്തത്താൽ ഉള്ളംകാൽ മുതൽ ഉച്ചവരെ കഴുകപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ മാരക രോഗങ്ങള്, എയ്ഡ്സ് രോഗങ്ങള്, ക്യാൻസർ രോഗങ്ങള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. വരേണമേ, എന്നിൽ നിറയണമേ, വരേണമേ, സൗഖ്യം നൽകണമേ, വരേണമേ, എന്നിൽ നിറയണമേ, വരേണമേ, സൗഖ്യം നൽകണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ വിശുദ്ധ രക്തത്താൽ എന്റെ ഉള്ളംകാലം മുതലേ ഉച്ചവരെ അങ്ങ് കഴുകണമേ. അസ്ഥി രോഗങ്ങള്, പേശി രോഗങ്ങള്, സർപ്പരോഗങ്ങള്, കൊണ്ടിലോസിസ് രോഗങ്ങള്,
സ്പോണ്ടിലോസിസ് രോഗങ്ങള്, ഓട്ടിസം രോഗങ്ങള്, ഗർഭാശയ രോഗങ്ങള്, നടുവേദനകള്, ഇടുപ്പിന്റെ അസുഖങ്ങള്, കഴുത്തിന്റെ വേദന, തൈറോയ്ഡ് രോഗങ്ങള്, പല്ലിന്റെ വേദന, ക്യാൻസർ രോഗങ്ങള്, യേശുനാമത്തിലെ സൗഖ്യമാകട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ജോലി ഇല്ലാത്തവരെ, ജോലി അന്വേഷിക്കുന്നവരെ, ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഇപ്പം നഷ്ടപ്പെടാൻ പോകുന്നവർ, വിസ പ്രോസസ്സിങ് ഇരിക്കുന്നവർ, വിസ ഇതുവരെ കിട്ടാത്തവർ, വിസ തീരാൻ പോകുന്നവർ, നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള വേദന അനുഭവിക്കുന്നവർ, ഇങ്ങനെ എല്ലാവർക്കും പഠിക്കാൻ പോകുന്നവർ, പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, റിസൾട്ട് കിട്ടിയതിൻ്റെ പേരിൽ തോറ്റതിൻ്റെ പേരിൽ മനസ്സിടിഞ്ഞിരിക്കുന്നവർ, അവരെല്ലാം ഇപ്പോൾ ഈശോ സ്പർശിക്കുകയും ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല, കർത്താവ് നിന്നെ വീണ്ടെടുക്കുമെന്നുള്ള വലിയ, നിനക്ക് വേണ്ടി വില കൊടുത്തവൻ നിന്നെ എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും വീണ്ടെടുക്കുമെന്ന് ഓർക്കുക. മദ്യപാന ആസക്തിയുള്ളവരെ, ലഹരി പദാർത്ഥങ്ങൾ ആസക്തിയുള്ള മക്കൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കന്മാർ, കുടുംബ തകർച്ച വന്നവരെ, കുടുംബ കലഹങ്ങൾ വന്നവരെ, എപ്പോഴും കുടുംബത്തിൽ വഴക്ക് മാറാതെ വേദന ജീവിക്കുന്ന മാതാപിതാക്കന്മാർ, വഴക്ക് കാരണം ഭക്ഷണം പോലും കഴിക്കാൻ പാകം ചെയ്യാത്ത വീടുകൾ, വിവാഹമോചനത്തിൻ്റെ വക്കിലെത്തിയവർ, അതിന് കേസ് പറയുന്നവർ, പ്രണയബന്ധങ്ങൾ അകപ്പെട്ടതിൻ്റെ പേരിൽ മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെട്ട് പ്രാർത്ഥനാ ജീവിതവും ദൈവത്തെ നഷ്ടപ്പെട്ടു പോയവരെ, അങ്ങനെ എല്ലാവിധത്തിലുള്ള മോഹവലയങ്ങളിലെ അകപ്പെട്ടു പോയവർ, അങ്ങനെ എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വസ്തു തടസ്സങ്ങൾ, വസ്തു വിൽക്കാനും വാങ്ങാനും വഴിയില്ലാത്തവരെ, വഴിക്ക് വേണ്ടി കേസ് പറയുന്നവർ, വസ്തു വാങ്ങാനുള്ളവർ, വാടക കയറിയിട്ട് പോകാതിരിക്കുന്നവർ, വാടക കിട്ടാതിരിക്കുന്നവർ, വാടക പോലും കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത മക്കൾ, ഇങ്ങനെ വ്യത്യസ്തമായ രീതികളിൽ വിഷമിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. ഉന്നതമായ നാമത്തിൽ സ്തോത്രം ചെയ്യുന്ന എൻ്റെ കർത്താവിൻ്റെ സർവ്വശക്തി മക്കളിലെ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന, ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, വസ്തു വിൽക്കാൻ പറ്റാത്തവർ, വഴിയില്ലാത്തവർ, വെള്ളമില്ലാത്തവർ, വെളിച്ചം കിട്ടാത്തവർ, എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന, കുടുംബകലഹമുള്ളവർ, തകർന്നു പോകുന്ന കുടുംബങ്ങൾ, അഴിഞ്ഞു പോകുന്ന കുടുംബങ്ങൾ, മക്കളില്ലാത്തവർ, കർത്താവേ, ഗർഭാശയത്തിൽ കുഴപ്പങ്ങളുള്ളവർ, ഗർഭിണികളായിട്ടും മറ്റു തരത്തിലുള്ള തകരാറുള്ളവർ, എല്ലാവരും സ്വച്ഛ പ്രാർത്ഥിക്കുന്ന തൈറോയ്ഡ് രോഗികൾ, നടുവേനക്കാർ, സ്വച്ഛ പ്രാർത്ഥിക്കുന്ന കിഡ്നി രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ശക്തി മക്കളെ കൊടുക്കട്ടെ. മാരക രോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ, പാസ്പോർട്ട് കിട്ടാത്തവർ, പാസ്പോർട്ട് നഷ്ടപ്പെട്ടവരെ, പാസ്പോർട്ട് സറണ്ടർ ചെയ്യാൻ അനുവദിക്കാത്തവർ, പുതിയ പാസ്പോർട്ട് കിട്ടാത്തവർ, എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ ജീവിത ദുരിതങ്ങൾ, തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. നിൽക്കുക. ഉടമ്പടി എടുത്ത വിഷയങ്ങളെക്കുറിച്ച് മൗനമായി ഈശോയോട് സംസാരിക്കുക. ഉടമ്പടി പുതുക്കിയ ഉടമ്പടി എടുത്ത വിഷയങ്ങളെക്കുറിച്ച് ഈശോയോട് അമ്മയുടെ മാധ്യസ്ഥത്തിൽ മൗനമായി സംസാരിക്കുക. ഏറ്റവും വലിയ സമയമാണിത്. നമ്മുടെ പുതുക്കിയിട്ടും ചില വിഷയങ്ങൾ ലാഗ് ചെയ്യുന്നതിനെക്കുറിച്ച് ഈശോയുടെ സങ്കടത്തോടെ കാര്യങ്ങൾ ഈശോയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുക. ഈശോ, ഞാൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. സഭയിലെ ഈ ആൾത്താറിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ ഇപ്പോൾ നിൻ്റെ മുമ്പിൽ കണ്ണീരിടുന്നവർക്ക് വേണ്ടി ഓൺലൈനായിട്ടും ഇപ്പം തീർത്ഥാടനത്തിൽ ഇവിടെ വന്നിരിക്കുന്നവരും അവർ കണ്ണീരിടുന്ന വിഷയത്തിൻ്റെ മേൽ അമ്മയെ പരിശുദ്ധമേ ദേവമാതാവേ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട നിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സ്ഥിരീകരണ സാക്ഷിയാക്കാൻ മക്കളുടെ എല്ലാ സങ്കടങ്ങളെയും പരിപൂർണമായി ഈശോ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അവരെ സാക്ഷിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജനാധിപത്യം എന്ന് പറയുന്നത് നീതിക്ക് വേണ്ടിയൊരു നിലവിളിയാണ്. ആ നിലവിളി കേൾക്കേണ്ട ആൾക്കാർ ആ ജനാധിപത്യത്തിൻ്റെ ഭരണം ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നവരാണ്. അവർ കേൾക്കണമെന്ന് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു. അച്ഛൻ എല്ലാ ദിവസവും ആൾക്കാരെ കാണുന്നുണ്ട്. ഞാനിങ്ങനെ കാണുമ്പോൾ നിങ്ങളുടെ കയ്യിൽ വിഷയം അർജൻസി ആയിരിക്കണം. അർജൻറ്റ് വിഷയം എമർജൻസിയും ആയിരിക്കണം. നിങ്ങളുടെ കയ്യിൽ രേഖ ഉണ്ടാകണം. ഉടമ്പടി രേഖ ഉണ്ടാകണം,
ആ വിഷയത്തിൻ്റെ രേഖ ഉണ്ടാകണം. ഓക്കെ. അച്ഛനെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ ഒന്ന് വിളിച്ച് ചോദിക്കണം. ചുമ്മാ ഓടി വന്ന് രോഗിനെയും കൊണ്ട് വന്നിട്ട് അച്ഛനില്ല അച്ഛൻ്റെ കാര്യമില്ല. അച്ഛൻ പറഞ്ഞില്ല ചൊവ്വാഴ്ച ഉണ്ടാവും, അച്ഛൻ പറഞ്ഞില്ല ബുധനാഴ്ച ഉണ്ടാവും. ഇവിടെ സീരിയസ് വിഷയം വന്നാൽ ചിലപ്പോൾ പോകും. അരമനയുടെയൊക്കെ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് അപ്പം പോകും. എന്തെങ്കിലും വിഷയം വന്ന് ഡിസ്കഷൻ വന്നാൽ അപ്പം പോകും. അപ്പം അതുകൊണ്ട് നിങ്ങളൊന്ന് വിളിച്ച് ചോദിക്കണം. രോഗികളെ കൊണ്ടുവരുമ്പോൾ മറ്റുള്ളവർ അച്ഛനില്ലെന്ന് പറഞ്ഞാലും വീട്ടിൽ പോയിക്കൊള്ളും. രോഗികളെ നമ്മളങ്ങനെ കഷ്ടപ്പെടുത്തരുത്. അതുകൊണ്ടാണ് വിളിച്ച് ചോദിക്കണമെന്ന് പറഞ്ഞ് 9447285440 വിളിച്ച് ചോദിക്കുക. മരിയൻ മിഷണറീസ് ഓഫ് മരീൻ അപ്പാരിഷൻസ് പയസ് അസോസിയേഷൻ്റെ ഭാഗമായി 3 മാസത്തേക്ക് ലൈഫ് ടൈമായും ശുശ്രൂഷ ചെയ്യാൻ താല്പര്യമുള്ളവരെ 8281297511 നമ്പറിൽ വിളിക്കേണ്ടതാണ്. കൃപാസനത്തിൽ ശുശ്രൂഷ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ഈ നമ്പറിൽ വിളിക്കണമെന്നാണ് പറഞ്ഞത്. കൃപാസനത്തിൻ്റെ പേര് ഫേക്ക് അക്കൗണ്ട് ചെയ്തിട്ട് പണം വാങ്ങുന്നവരുണ്ട്. പണം വാങ്ങുന്നവർ അക്കൗണ്ടുകൾ കൃപാസനത്തിൽ അല്ലെന്ന് അറിയിക്കുന്നു. ലോകത്തിലെവിടെയിരുന്നും പരിശുദ്ധമ്മയുടെ തിരുസന്നിധിയിൽ തിരിതെളിച്ച് പ്രാർത്ഥിക്കാൻ www.kribasanam.marianshrine.com സന്ദർശിക്കുക. കൃപാസനത്തിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ FRVP ജോസഫ് കൃപാസനം ഒഫീഷ്യൽ. കൃപാസനം 14 ഭാഷയിൽ ലഭ്യമാണ്. 1-ാം ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് എഴുത്ത് തുടങ്ങിക്കുകയും പക്ഷേ ആദ്യക്ഷരം കുറിക്കുകയും ചെയ്യുന്നുണ്ട്. ഉടമ്പടി എടുത്ത മാതാപിതാക്കന്മാരുടെ കുഞ്ഞുങ്ങളായിരിക്കണം. എടുക്കാത്ത മാതാപിതാക്കന്മാരുണ്ടെങ്കിൽ അപ്പാപ്പന്മാരും അമ്മമാരും അല്ല, ആ കുഞ്ഞിനെ പ്രസവിച്ച അമ്മയുടെ കാര്യമാണ് പറയണത്. ആ കൊച്ചിൻ്റെ അപ്പനും അവരാണ് ഉടമ്പടി എടുക്കേണ്ടത്. അവരുടെ ഉടമ്പടി കൊണ്ടുവന്ന് തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്ക് ആ ശുശ്രൂഷയിൽ പങ്കെടുക്കാവുന്നതാണ്. എല്ലാവരും മുട്ടേ നിൽക്കുക. സമാപനാശീർവാദം. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും അമ്മയുടെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രതിഷീലനത്തിൻ്റെ സാക്ഷികളായി ഞങ്ങളെ ഉയർത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. ആമേൻ.